മൃദുല, തനിക്കൊരു സർപ്രൈസ് ഉണ്ട്. തൻ്റെ കഥകൾ ഇനി ലോകം മുഴുവൻ കാണാൻ പോകുന്നു. രാഹുൽ ഓടി വന്നത് പറയുമ്പോൾ അവൾ ഓഫീസിൽ നിന്ന് വന്ന് വേഷം മാറുകയായിരുന്നു. പെട്ടെന്ന് തോളിൽ നിന്ന് ഇറങ്ങിക്കിടന്ന സാരി നേരെയാക്കി അവൻ്റെ അരികിലേക്ക് അവൾ നടന്നു വന്നു. ഒന്ന് വാതിൽ മുട്ടിക്കൂടെ രാഹുൽ? സോറി മൃദുലേ, താൻ താഴേന്ന് വരുന്നത് കണ്ട് അതാ ഞാൻ വേഗം വന്നത്. ഡ്രസ്സ് മാറുകയാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ഇറ്റ്സ് ഓക്കെ. എന്താ വന്നത് പറഞ്ഞോളൂ. നീ അറിഞ്ഞില്ലേ, നിന്റെ ബുക്ക് നിരത്തിലിറങ്ങി കഴിഞ്ഞു. ഒരു കോപ്പി വാങ്ങിയിട്ടാ ഞാൻ വന്നത്. നേരോ? ആര് കൊടുത്തു? ഞാൻ എഴുതിയതൊക്കെ ആവോ? അയാൾ കൈമലർത്തി. എടാ കള്ള, നീ അല്ലാതെ ആരും ഇത് ചെയ്യില്ല. അവൾ പുസ്തകത്താളുകൾ നാസികയോട് ചേർത്ത് വെച്ചു. ഇതിൻ്റെ ഗന്ധം അതൊരൊന്നൊന്നര ഗന്ധമാ. നീ ഇരിക്കെ, ഞാൻ ചായ എടുക്കാം. വേണ്ട മൃദുലേ, ഞാൻ ഇറങ്ങുക. പിന്നെ നാളെ ഓഫീസിൽ വരുമ്പോൾ ചിലവ് ചെയ്യാൻ മറക്കണ്ടാട്ടോ. ഏട്ടൻ വരട്ടടാ, ചിലവിൻ്റെ കാര്യം ഞാൻ പറയാം. അത് മതി. അവർ കുശലം പറഞ്ഞ് ചിരിച്ചു. ഡി ഒരുമ്പെട്ടോളെ, അപ്പം ഞാനില്ലാത്ത നേരം നോക്കി കാമുകന്മാരെ വിളിച്ചു വരുത്തി. ഇതാ പരിപാടിയല്ലേ? പുറത്തെ ശബ്ദം കേട്ട് രണ്ടാളും ഞെട്ടിത്തിരിഞ്ഞു. സംശയം ബാധിച്ച ഒരു പഴഞ്ചൻ മനുഷ്യനായിരുന്നു അവളുടെ ഭർത്താവ്. ഏട്ടാ, ഞാൻ ഇറങ്ങിപ്പോടി. അയാൾ 6 വയസ്സുള്ള മകൻ്റെ മുന്നിലിട്ട് അവളെ തല്ലിച്ചതച്ചു. അവൾ പറഞ്ഞതൊന്നും കേൾക്കാൻ കൂട്ടാക്കാതെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. അതോടൊപ്പം അവളുടെ ഏറെ നാളത്തെ അധ്വാനമായ അവളുടെ കൈപ്പട പതിഞ്ഞ പുസ്തകത്താളുകളും വലിച്ചു കീറി. എൻ്റെ മോനെ എനിക്കൊന്ന് കണ്ടാൽ മതി രാഹുൽ. മൃദുലയുടെ കണ്ണുനീരിന് മുന്നിൽ രാഹുൽ എതിർത്തൊന്നും പറഞ്ഞില്ല. അവളുടെ ഏറ്റവും അടുത്ത ഫ്രണ്ടായിരുന്നു രാഹുൽ. ഒരുപക്ഷേ ഇവരുടെ ഈ അടുപ്പം തന്നെയാണ് അവളുടെ ഭർത്താവ് വിവേക് തെറ്റിദ്ധരിക്കാൻ ഇടയായതും. വിവേക് അറിഞ്ഞാൽ ഒന്നും നടക്കില്ല എന്നറിയാവുന്നതുകൊണ്ട് ആരും അറിയാതെ ആദിമോനെ കാണുവാൻ ഉള്ള ഏർപ്പാട് അയാൾ ഉണ്ടാക്കി. ഇന്റർവെൽ സമയത്ത് കുട്ടികൾ വെളിയിലിറങ്ങും. ആ സമയത്ത് നിനക്കവനെ കാണാം, അയാൾ പറഞ്ഞു. അതുപ്രകാരം ഒരുപാട് സന്തോഷത്തോടെ അവൾ ആദ്യ പഠിക്കുന്ന സ്കൂളിലെത്തി. കുറച്ചു ദൂരെയായി കാർ പാർക്കിംഗ് ചെയ്തു. ഇന്റർവെല്ലിനായി മണിമുഴങ്ങി. ആ കുഞ്ഞു കാലുകൾ അത്യാഹ്ലാദത്തോടെ പുറത്തെ നീണ്ടു പരന്നു കിടന്ന ഗ്രൗണ്ടിലേക്ക് ഓടിയിറങ്ങി. ഡാ, നിന്റെ അമ്മ! കൂട്ടുകാരൻ്റെ വാക്കുകൾ കേട്ടതും അവൻ പുറത്തേക്ക് എത്തി നോക്കി. രാഹുൽ, അവൻ എന്നെ കണ്ടുവെന്ന് തോന്നുന്നു. വണ്ടിയെടുക്ക്. ദൂരത്തേക്ക് അകന്നു പോകുന്ന വണ്ടി ആദിത്യൻ നോക്കി നിന്നു. വൈകുന്നേരം സ്കൂൾ വിട്ട മകൻ വീട്ടിലെത്തി ഫുഡൊന്നും കഴിക്കാതെ വിഷമിച്ച് സോഫയിലിരിക്കുന്നത് കണ്ടാണ് വിവേക് ഓഫീസിൽ നിന്നെത്തിയത്. ആഹാ, ഇന്ന് നേരത്തെ ആണല്ലോ. അമ്മിണിയമ്മ ബിസ്ക്കറ്റും പാലും എടുത്ത് തന്നില്ലേ? കൊടുത്തു സാറേ, പക്ഷേ ഒന്നും കഴിക്കാതെ വന്ന പാടെ പോയിരുന്നതാ ആ സോഫയമേൽ. ചോദിച്ചിട്ടൊന്നും പറയുന്നുമില്ല. ആണോ? ആദ്യമോൻ എന്താ പറ്റിയേ? ടീച്ചർ വഴക്ക് പറഞ്ഞോ? ഇല്ല. അയാൾ ടൈയും ഓഫീസ് വേഷവും അഴിച്ച് ഒരു ലുങ്കിയും ബനിയനുമിട്ട് അവൻ്റെ അരികിൽ വന്നിരുന്നു. TV ഓൺ ചെയ്തു. പറ, എന്താ പറ്റിയേ? പപ്പ, അമ്മ എന്താ തിരിച്ചു വരാത്തേ? മോനിന്ന് അമ്മയെ കണ്ടോ? അയാൾ സോഫയിൽ ചാരിയിരുന്നു. ഫാനിൻ്റെ കാറ്റിലും അയാൾ വിയർത്ത് കുളിച്ചു. മൃദുല, അവൾ ചെയ്ത തെറ്റ് ഞാൻ എങ്ങനെ മറക്കും? എൻ്റെ മകന് ഞാൻ എന്തുത്തരം കൊടുക്കും? അന്ന് ആദി ഉറങ്ങിയെന്നുറപ്പായതും അയാൾ ഫോണെടുത്ത് മൃദുലയുടെ ആ പഴയ നമ്പറിലേക്ക് കോൾ ചെയ്തു. വിവേക്. സ്ക്രീനിൽ അയാളുടെ പേര് കണ്ടതും അവൾ അല്പം പേടിയോടെ കോൾ അറ്റൻഡ് ചെയ്തു. 2 ഭാഗത്തും നിശബ്ദത. നീ എന്തിനാ ഇന്ന് മോനെ കാണാൻ സ്കൂളിൽ പോയത്? അല്പം അമർഷത്തോടെ അയാൾ ചോദിച്ചു. അത് എനിക്കവനെ വേണ്ട. ഇനി നീ അവനെ കാണരുത്. നമ്മൾ തമ്മിൽ ഇനി ഒരു നല്ല ബന്ധവും ഉണ്ടാവില്ല. ഏട്ടൻ, ഞാൻ പറയുന്നതൊന്ന് കേൾക്കൂ. അന്ന് ഏട്ടൻ കണ്ടതൊന്നും. അയാൾ അവൾ പറഞ്ഞു തീരും മുമ്പേ മൊബൈൽ കട്ട് ചെയ്തു ബെഡിലേക്ക് എറിഞ്ഞു. പിറ്റേന്ന് പതിവ് പോലെ അയാൾ ഓഫീസിലും ആദ്യ സ്കൂളിലേക്കും പോയി. തലേന്ന് കണ്ട കാര്യങ്ങളൊക്കെ ആ 1-ാം ക്ലാസ്സുകാരൻ പാടെ മറന്നു കഴിഞ്ഞിരുന്നു. അന്ന് മൃദുല മകനെ കാണാൻ വാശി പിടിച്ചില്ല. പക്ഷേ അമ്മയുടെ ആ വരവ് ആ മകൻ എപ്പോഴോ പ്രതീക്ഷിച്ചിരുന്നു. മാസങ്ങളും വർഷങ്ങളും കടന്നുപോയി. ഇനിയും ഒരു വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കാതെ ഭർത്താവിൻ്റെയും മകൻ്റെയും ഫോട്ടോ നെഞ്ചിൽ ചേർത്ത് അവൾ സെറ്റിയിൽ തളർന്നിരുന്നു. മാം, ആരോ കാണാൻ വന്നിരിക്കുന്നു. അവൾ കണ്ണുകൾ തുടച്ച് ചിന്തയിൽ നിന്നുണർന്നു. വരാൻ പറയൂ. നീണ്ട ഒറ്റപ്പെടലിനിടയിൽ ഒരാശ്വാസം തീർക്കാൻ എന്നവണ്ണം ആണവൾ വീണ്ടും എഴുത്തിലേക്ക് തിരിഞ്ഞത്. ഇന്ന് ആ എഴുത്തു മാധ്യമങ്ങളിൽ നിറഞ്ഞു. പ്രശസ്തിയാവാനും തുടങ്ങി. എക്സ്ക്യൂസ് മീ മാം, പ്ലീസ്. വസുന്ധര മാം? യെസ്, ഞാൻ ആദിത്യൻ, ന്യൂസ് എഡിറ്ററാണ്. മാമിൻ്റെ ഒരു ഇൻ്റർവ്യൂ വിരോധമില്ലെങ്കിൽ? തീർച്ചയായും, എനിക്ക് വിരോധമൊന്നുമില്ല. താങ്ക് യു മാം. അവൾ അയാൾ ചോദിച്ചതിനൊക്കെയും മറുപടി പറഞ്ഞു. ഇടയ്ക്കെപ്പോഴോ മിഴികൾ പാളി അവൻ്റെ ഇളം നീല കണ്ണുകളിലേക്കായി നോട്ടം. ആ സംസാരം ഒക്കെ അവൾ നൊന്ത് പ്രസവിച്ച ആദിമോൻ്റേത് പോലെ തോന്നി. അപ്പോഴാണ് കോളിംഗ് ബെൽ ശബ്ദിച്ചത്. ഞാനിപ്പോൾ വരാം. അവർ തൻ്റെ സാരിത്തുമ്പൊക്കെ പിടിച്ച് പുറത്തെ വാതിലിനരികിലേക്ക് നടന്നു. മിഴികൾ ചുറ്റിലും കണ്ണോടിക്കവേ അവൻ്റെ കണ്ണുകൾ തീപ്പോയിൽ മറിഞ്ഞു കിടക്കുന്ന ആ ഫോട്ടോയിന്മേൽ ഉടക്കി.
രാത്രി ഒരുപാട് വൈകി വീട്ടിലെത്തിയ അവൻ വേഷം മാറാതെ അമർഷത്തോടെ പപ്പയുടെ കട്ടിലിനരികിൽ വന്നിരുന്നു. എന്തുപറ്റി? മുഖമൊക്കെ വല്ലാതെ ഇരിക്കുന്നേ. ഇന്ന് ജോലി കൂടുതലായിരുന്നോ? അവനൊന്നും മിണ്ടാതെ പോക്കറ്റിൽ ഒളിപ്പിച്ചു വെച്ച ഫോട്ടോ പപ്പയുടെ നേരെ വലിച്ചെറിഞ്ഞു. ഇന്ന് ഞാൻ എൻ്റെ അമ്മയെ കണ്ടു. എനിക്കറിയാം എൻ്റെ അമ്മ തെറ്റൊന്നും ചെയ്യില്ലാന്ന്. പക്ഷേ എൻ്റെ പപ്പ. നിറഞ്ഞു തുടങ്ങിയ മിഴികൾ തുടച്ചുകൊണ്ടവൻ പുറത്തേക്ക് നടന്നു. പോകുമ്പോൾ തിരിഞ്ഞ് ദേഷ്യത്തോടെ അവൻ പറഞ്ഞു, എൻ്റെ അമ്മയ്ക്ക് സമ്മതമാണെങ്കിൽ ഞാൻ കൊണ്ടുവരും ഇവിടേക്ക്. പപ്പയുടെ അനുവാദം ഇനി എനിക്ക് ആവശ്യമില്ല. പപ്പയ്ക്ക് ഞാനിനി എൻ്റെ അമ്മയെ വിട്ടു തരികയില്ല. മുറി വിട്ടുപോയ ആദിയെ അയാൾ തകർന്നടിഞ്ഞ മനസ്സോടെ നോക്കി. ഒന്ന് ചെരിഞ്ഞു കിടക്കാൻ പോലും ആവതില്ലാതെ അയാൾ കിടക്കയിൽ കിടന്ന് പൊട്ടിക്കരഞ്ഞു. ഭാര്യയുടെ ഫോട്ടോയിൽ അതരങ്ങൾ ചേർത്ത് ചെയ്തു പോയ അപരാധങ്ങൾ ഓർത്ത് അയാൾ വിതുമ്പിക്കരഞ്ഞു. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.